എല്ലാവരുടെ കുടുംബങ്ങളിലും എല്ലാവരുടെ നാട്ടിലും ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യേണ്ട രീതി എന്താണ്, എങ്ങനെയാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ സാധിക്കുക? അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ഓരോരോ സജഷൻസ്, നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങളുടെ വീടിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഈ വായു മലിനീകരണമാവട്ടെ, അല്ലെങ്കിൽ ജലത്തിൻ്റെ മലിനീകരണമാവട്ടെ, അല്ലെങ്കിൽ ഭൂമിയുടെ മലിനീകരണമാവട്ടെ, എല്ലാവർക്കും പറയാം എന്ത് നടന്നുകൊണ്ടിരിക്കണോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അത് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ സാധിക്കും, അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെൻറ്റുകളാവട്ടെ, നമ്മൾ ഓരോരുത്തരും തന്നെ എന്താണ് ചെയ്യേണ്ടത്? എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങളൊന്ന് തുറന്നു പറയാം. നമ്മളിപ്പോൾ പോയി ഓരോ ഭാഗത്ത് പോയി എങ്ങനെ നോക്കിയാലും നമ്മൾ പോയി വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ പോയി നോക്കുന്ന സമയത്ത് അവിടെ വൃത്തിയിടാം. അത് ജനങ്ങൾ തന്നെയാണ് ഇതിനെ കേടുവരുത്തുന്നത്. നന്നാക്കുന്നതും ജനങ്ങൾ തന്നെയാണ്. അത് എന്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. കുറേ എന്ത് നിലവിളിച്ചിട്ടും മനസ്സിലാവില്ല. വെറുതെ പിന്നെ ശ്രമിക്കുക, എല്ലാവരും നേരെ കിട്ടും, കാര്യമില്ല. വൃത്തിയാകാതെ ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജനങ്ങളും വിചാരിക്കണല്ലോ വൃത്തിയാക്കാൻ. പറഞ്ഞോളൂ. നമ്മുടെ പ്രകൃതിയുടെ ആവശ്യമാണ് ഈ പറഞ്ഞ ഈ പഞ്ചഭൂതങ്ങളിലും എല്ലാം നമ്മൾ ഒരുമിച്ചൊന്നും ആരും ചെയ്യാൻ ശ്രമിക്കില്ല. എങ്കിലും കുറഞ്ഞത് ഒരാളുടെ ഭാഗത്ത് നിന്ന് ഒരു 4 മരങ്ങളെങ്കിലും നടാൻ സാധിക്കും. കൂടുതലായും ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഓരോ ഭാഗം ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഓരോ മരങ്ങൾ ഒരാൾ വീതം ഒരു 4 മരങ്ങളെങ്കിലും നട്ടാൽ നമുക്ക് കുറച്ച് മഴയും വെള്ളവും അതുപോലെ ശ്വസിക്കാനുള്ള നല്ല വായുവും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കും. കൂടുതലും ഈ ബോധവൽക്കരണം ഇല്ലാത്തതിന്റെ ഒരു കാരണം കൊണ്ടാണ്. നല്ല സംസർഗങ്ങളും ഈ ബോധവൽക്കരണം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇവരെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും. പഴയതുപോലെ തന്നെ പഞ്ചം പട്ടിണി ദരിദ്രം ഇല്ലാതെ നല്ലൊരു ഭൂമിയായിട്ട് വീണ്ടും ഉണ്ടാക്കാൻ സാധിക്കും. നമ്മളെല്ലാവരും ശ്രമിച്ചാൽ മാത്രമേ അത് നടക്കുള്ളൂ. തീർച്ചയായും അത് സാധിക്കും, സാധിപ്പിക്കണം എന്ന് തന്നെയാണ് എന്റെ വാക്ക്. തീർച്ചയായിട്ടും. താങ്ക് യു. അതായത് ഈ തൊഴിലുറപ്പ് പദ്ധതികളിൽ നമ്മളെല്ലാവരും ചെടികളൊക്കെ വെട്ടി നിരത്തി വൃത്തിയാക്കിയിട്ട് പോകുന്നുണ്ട്. സോ ആ സജഷൻ വളരെ നല്ലൊരു അഭിപ്രായമായിരുന്നു. കാരണം ഒരു സ്ഥലത്ത് വൃത്തിയാക്കി പോകുമ്പോൾ അവിടെ നല്ല നല്ല തൈകൾ വെച്ച് പിടിപ്പിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ അതും കൂടി നടക്കണം. അതും കൂടി നടക്കുമ്പോഴേ തീർച്ചയായിട്ടും നല്ലൊരു നാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാ നമ്മുടെ വീട്ടിലെ അഴുക്കുകൾ കൂടെ അടുത്ത പറമ്പിലേക്ക് കൊട്ടുകയാണ്. അതാ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വിചാരിക്കാതെ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്താലേ നമുക്ക് നല്ലൊരു ജീവിതം അല്ലെങ്കിൽ നല്ലൊരു ഭാവിയൊക്കെ ഉണ്ടാവുള്ളൂ. അതിന് എല്ലാവരും പരിശ്രമിക്കുക. ചെടികൾ വെച്ച് പിടിപ്പിക്കുക, ഈ ബോധവൽക്കരണങ്ങൾ ചെയ്യുക, ഇതെല്ലാം ധാരാളമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നിട്ടും നമ്മുടെ നാട് നന്നാവുന്നതിന് പകരം, നമ്മുടെ നാട് എന്നുള്ളതല്ല മൊത്തത്തിൽ ഈ ലോകം, ഈ പഞ്ചഭൂതങ്ങൾ നന്നാവുന്നതിന് പകരം വീണ്ടും 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 അത് മോശമായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, ഈ വെള്ളത്തിനെ അടക്കം നമുക്ക് കാശ് കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥയാണ്. പ്രകൃതി നമുക്ക് ഫ്രീ ആയിട്ടുള്ള തന്നിട്ടുള്ള ഒരു ധനമായിരുന്നു എന്ത്, വെള്ളം പോലും. ഇനി വായുവിനെ നമുക്കിനി കാശ് കൊടുത്ത് വാങ്ങണം എന്ന് വിചാരിച്ചു നോക്കൂ, ആലോചിച്ച് നോക്കൂ അല്ലേ. പ്രകൃതി നമുക്ക് ശ്വസിക്കുന്ന വായുവിനെ എല്ലാം നമ്മൾ മലിനാക്കി വിടുന്നു. പ്രകൃതി അതിനെ എത്രയെല്ലാം നന്നാക്കി ശുദ്ധമാക്കി നമുക്ക് ഓക്സിജൻ നൽകുകയാണ് ചെയ്യുന്നത്. പക്ഷേ നാളെ നമുക്ക് ശ്വസിക്കാൻ ഓക്സിജൻ വേണം, ഓക്സിജൻ സിലിണ്ടറും കൊണ്ട് നടക്കണം എന്നുള്ളൊരവസ്ഥ വരികയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, എത്ര കാശ് ചിലവാക്കേണ്ടി വരും അല്ലേ. പ്രകൃതി നമുക്ക് കാശ് ചിലവാക്കിയാൽ പോലും നമുക്കത് ഉണ്ടാക്കാൻ പറ്റില്ല. അതാണ് ഇന്നത്തെ അവസ്ഥ. ആ അവസ്ഥയാണ് നമ്മുടെ മുന്നിൽ അതിഭീകരമായിട്ട് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വരാൻ പോകുന്നത്, നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് ഏറ്റവും വലിയൊരു വിപത്തായിരിക്കും. ആ വിപത്തുകളുടെ തന്നെ പലതരത്തിലുള്ള സൂചനകളാണ് സുനാമി പോലെയും ഭൂമികുലുക്കങ്ങൾ പോലെയും കൊടുങ്കാറ്റുകൾ പോലെയുള്ള പല ചുഴൽക്കാറ്റുകൾ പോലെയുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതി നമുക്ക് സൂചനകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. മക്കളെ, നിങ്ങൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കെല്ലാം സുഖം നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾ എന്നെ ചൂഷണം ചെയ്ത് എനിക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പ്രകൃതി ഇപ്പം ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രകൃതിയുടെ ക്ഷോഭം എന്ന് പറയുന്നത് ഒരു സൂചനകളാണ്. നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യാനുണ്ട്? കേവലം മരം വെച്ച് പിടിപ്പിച്ചാൽ മതിയോ? കേവലം ഞാൻ ശുദ്ധമാക്കിയാൽ മതിയോ? കാരണം ഈ മാലിന്യങ്ങൾ പുറത്തല്ല കിടക്കുന്നത്. ഇപ്പം പറഞ്ഞല്ലോ, ചൂട് പുറത്തല്ല കിടക്കുന്നത്, ഓരോ മനുഷ്യ മനസ്സുകളിൽ നിന്നും ചൂടായിരിക്കുകയാണ്. പറയല്ലേ, ടെൻഷൻ അടിക്കുന്നവർ എവിടെ ചൂട് വരുന്നത്? മനസ്സിലല്ലേ, എവിടെ ചൂടാവുന്നില്ലേ? സോ നമുക്ക് നമ്മുടെ മൈൻഡിനെ തണുപ്പിക്കാനുണ്ട്, മൈൻഡിനെ ശുദ്ധമാക്കാനുണ്ട്. ഏറ്റവും വലിയ മാലിന്യങ്ങൾ മനുഷ്യ മനസ്സിൽ കയറിയിരിക്കുകയാണ്. ആ മാലിന്യം വൃത്തിയാക്കാതെ നമുക്കൊരിക്കലും
പുറം ലോകത്തെ മാലിന്യത്തെ ശുദ്ധമാക്കാൻ സാധിക്കില്ല. സോ നമുക്ക് ആദ്യം ശുദ്ധമാക്കേണ്ടത് എവിടെയാണ്? മനുഷ്യ മനസ്സിനെയാണ്. നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുക. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് മറ്റുള്ളവരെയൊന്നും ശരിയാക്കാൻ പറ്റില്ല. നമുക്ക് ആരെ ശരിയാക്കാൻ പറ്റുള്ളൂ? നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാം. നമ്മുടെ ശരീരത്തെ ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് കുളത്ത് പോയി കുളിക്കും, അല്ലെങ്കിൽ പുഴയിൽ പോയി കുളിക്കും, അല്ലെങ്കിൽ വീട്ടിൽ കുളിക്കും, ശരീരം ശുദ്ധമാക്കും. പക്ഷെ മനസ്സിനെ നമ്മളെങ്ങനെ ശുദ്ധമാക്കുന്നുണ്ട്? മനസ്സിനെ ശുദ്ധമാക്കാനുള്ള വിധി എന്താണ്, രീതി എന്താണ്? നമുക്ക് നമ്മുടെ മൂന്നാമത്തെ നേത്രം തുറക്കേണ്ടതായിട്ടുണ്ട്. ആ മൂന്നാമത്തെ നേത്രം തുറക്കുക എന്നുള്ളതാണ് ഞാൻ ആരാണെന്ന് അറിയുക എന്നുള്ളത്. ഞാൻ ആരാണ്? നമ്മൾ കാണുന്ന ശരീരമല്ല, നമ്മൾ ആത്മാവക്കളാണ്. അതായത് പറയാമല്ലോ, ഒരാൾ ശരീരം വിട്ട് കഴിഞ്ഞാൽ പറയും അയാളുടെ ശരീരം എവിടെ കിടക്കുന്നു, ആള് പോയി എന്ന് പറയും. ആരാ പോയത്? ആത്മാവാണ് പോയത്. സോ നമ്മൾ ഓരോരുത്തരും ആത്മാക്കളാണ്, ചൈതന്യ ശക്തികളാണ്. ആ ആത്മാവ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോൾ മനസ്സിലാക്കാം. സ്ഥൂല നേത്രങ്ങളാൽ കാണുന്ന ഈ നശ്വര ശരീരമല്ല നിങ്ങൾ. ഭൂമധ്യത്തിൽ സ്ഥിതി ചെയ്ത് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന അവിനാശിയായ ആത്മാവാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ. അതിനാൽ സ്വയത്തെ ശരീരം മുഖേന കർമ്മങ്ങൾ ചെയ്യുന്ന ആത്മാവാണെന്ന് അനുഭവിക്കൂ. ഇപ്പോൾ ഒരല്പസമയത്തേക്ക് ബാഹ്യകാര്യങ്ങളിൽ നിന്നും വായുമണ്ഡലത്തിൽ നിന്നും സ്വയത്തെ വേർപെടുത്തൂ. ഈ ദേഹത്തെ മറന്ന് താങ്കൾ സ്വയത്തെ ഭൂമധ്യത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ചൈതന്യ നക്ഷത്രമാണെന്ന് അനുഭവിക്കൂ. യഥാർത്ഥത്തിൽ അതിസൂക്ഷ്മമായ പ്രകാശബിന്ദുവായ ആത്മാവാണ് താങ്കൾ. ഇപ്പോൾ നിങ്ങൾ ആത്മീയമായ ഒരു യാത്ര ആരംഭിക്കുകയാണ്. ഈ ഭൗതിക ലോകത്തിൽ നിന്നും ദേഹത്തിൽ നിന്നും മുക്തമായി നീലാകാശത്തിന് നേരെ പറന്ന് സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കപ്പുറത്ത് ഒരു സുവർണ പ്രകാശമയമായ ലോകത്തിൽ ഇപ്പോൾ നിങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് ആത്മാക്കളുടെ ലോകമാണ്. ഇത് ബ്രഹ്മലോകം, ശാന്തിധാമം, മുക്തിധാമം, പരന്ധാമം എന്നൊക്കെ അറിയപ്പെടുന്നു. ഞാൻ ആത്മാക്കളായ നിങ്ങളുടെയെല്ലാം പിതാവായ പരമപിത പരമാത്മാവായ ശിവനാണ്. ആത്മാക്കളായ നിങ്ങളെപ്പോലെ ഞാനും അതിസൂക്ഷ്മമായ ജ്യോതിർബിന്ദുവാണെങ്കിലും ജ്ഞാനത്തിലും ഗുണങ്ങളിലും സാഗര സമാനമാണ്. സർവശക്തിമാനായ ഞാൻ ജനനമരണ ചക്രത്തിന് അതീതനായത് കാരണം സദാ പാവനമാണ്. ഇത് ഒരു ധ്യാനത്തിന്റെ പരിശീലനത്തിലേക്കുള്ള ഒരു ആദ്യ ചുവടാണ്. ആദ്യം നമ്മൾ ആത്മാക്കളാണെന്ന് മനസ്സിലാക്കുക. അതായത് ഞാൻ ഈ കാണുന്ന ശരീരമല്ല, നശ്വരമായ ശരീരമല്ല, അനശ്വരനായ ആത്മാവാണ് ഞാൻ. ആത്മാവ് ഈ ഭ്രൂമധ്യത്തിലാണ് ഇരിക്കുന്നത്. ആത്മാവ് ഒരിക്കലും നശിക്കാത്തതാണ്, ശരീരം എന്ന് പറയുന്നത് നശിക്കുന്നതാണ്. ഈ ആത്മാവ് തന്നെയാണ് ഈ ശരീരം വിട്ട് കഴിഞ്ഞാൽ പറയാറില്ലേ, നമ്മൾ വസ്ത്രം മാറുന്നത് പോലെ ആത്മാവ് തന്നെയാണ് ശരീരമാകുന്ന വസ്ത്രങ്ങളെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആത്മാക്കളാണ്. നമ്മൾ ആത്മാക്കൾക്ക് ഇനി ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ട് നമുക്ക് നമ്മുടെ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു യാത്ര, ആ യാത്രയാണ് ധ്യാനം എന്ന് പറയുന്നത്. സോ ഞാൻ ആത്മാവാണെന്ന് മനസ്സിലാക്കി ഈ ഭ്രൂമധ്യത്തിൽ നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക. കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ശരീരത്തിൽ നിന്നും വേറിടാനുള്ള ഒരു അഭ്യാസം,
വേറിട്ട് നിൽക്കാനുള്ള ഒരു അഭ്യാസം, വേറിട്ട് നമ്മുടെ ഈശ്വരനിലേക്ക്, പരമാത്മാവിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു രീതിയാണ് രാജയോഗ ധ്യാനം. രാജയോഗം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ യോഗമാണ്. യോഗങ്ങളിലും വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായ യോഗത്തെയാണ് രാജയോഗം എന്ന് പറയുന്നത്. ആ രാജയോഗത്തിലൂടെയാണ് മനുഷ്യ മനസ്സുകളെ ശുദ്ധീകരിക്കാൻ സാധിക്കുക. ആത്മാവിന്റെ ശുദ്ധീകരണവും ആത്മാവിന്റെ ശക്തീകരണവും നടക്കുന്നത് രാജയോഗത്തിലൂടെയാണ്. സോ രാജയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി പരമാത്മാവിനെ ഓർമ്മിക്കുക. ആത്മാ പരമാത്മാ ബന്ധം. ഇപ്പൊ മൊബൈൽ ഫോണ് ഡിസ്ചാർജായി, നമ്മൾ എന്ത് ചെയ്യും? ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്ത് വെക്കും അല്ലേ? ഏതിൽ കണക്ട് ചെയ്യും? പവറിൽ. പവറില്ലാത്തടത്ത് കണക്ട് ചെയ്താൽ ചാർജ് ആവുമോ? അതേപോലെ ആത്മാവിൻ്റെ ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയിരിക്കുക, പവർ മുഴുവൻ പോയിരിക്കുകയാണ്. ശക്തികളും ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് അതിൽ മുഴുവനും അഴുക്കും മാലിന്യം മാത്രമേ ഉള്ളൂ. അതിനെ ശുദ്ധീകരിക്കാനാണ് നമുക്ക് ഇനി എന്ത് വേണം? ആത്മാവിനെ ശുദ്ധീകരിക്കാൻ പരമാത്മാവുമായിട്ട് നമ്മൾ ബന്ധം വെക്കണം, കണക്ഷൻ വെക്കണം, ഓർമ്മിക്കണം. ആ പരമാത്മാവിൻ്റെ ഓർമ്മയിലൂടെ ആത്മാവിൽ ശക്തികൾ നിറയുകയും ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. സോ അതാണ് ഏറ്റവും മൂലമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അത് ചെയ്യുമ്പോഴേ ബാക്കി എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി സ്വമേധയാ സഹജമായിട്ട് തന്നെ ശരിയാവും. അപ്പം നമ്മൾ ചെയ്യേണ്ട മുഖ്യമായ കാര്യം എന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരും നമുക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കണം. അതിനുവേണ്ടി സ്വയം പരംപിത പരമാത്മാവ് ഈ ഭൂമിയിൽ അവതരിച്ച് നമുക്ക് ഈ ജ്ഞാനം, ഈ പരിപാവനമായ ആത്മീയ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പരമാത്മാ രചിച്ച യജ്ഞമാണ് ഈ പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞ ഒരു വിദ്യാലയം. ഇതിന്ന് 130 രാജ്യങ്ങളിലായിട്ട് 8500 ശാഖകളോടെ പ്രവർത്തിക്കുന്ന ഒരു അന്താരാഷ്ട്രമായിട്ടുള്ള ഒരു വലിയൊരു യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ എല്ലാവരും പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നമ്മൾ ഓരോരുത്തരും. അവിടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ എല്ലാ പ്രായക്കാരും വന്ന് പഠിക്കുന്നുണ്ട്. അതൊരു സ്കൂൾ പോലെയാണ്. ആത്മീയ വിദ്യാഭ്യാസം. സ്വയം പരമാത്മാവ് വന്നിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്, ആത്മീയ ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും നമുക്ക് പഠിച്ച് ആത്മാവിനെ ശുദ്ധമാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഒരു 7 ദിവസത്തെ ക്ലാസ് ഉണ്ട്. ഈ 7 ദിവസത്തെ ക്ലാസ്സിൽ 7 ദിവസം എന്ന് പറഞ്ഞാൽ ദിവസം 1 മണിക്കൂർ വീതം മാത്രം, കേവലം 1 മണിക്കൂർ മാത്രം 7 ദിവസം കൊണ്ട് നമുക്ക് ഈ രാജയോഗ ക്ലാസ്സിൻ്റെ ബാലപാഠങ്ങൾ, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും, മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല ഈ വിദ്യാലയത്തിൽ നൽകുന്ന എല്ലാ കാര്യങ്ങളും സൗജന്യമായിട്ടാണ്. നമ്മൾ ഒരു കാര്യങ്ങളും ഫീസ് വെച്ചിട്ടല്ല ചെയ്യുന്നത്. കാരണം നമ്മുടെ ഓരോരുത്തരുടെയും അവകാശമാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത്.